പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി. ഞാൻ വരുന്നത് ചങ്ങനാശ്ശേരിയിൽ നിന്നാണ്. എൻ്റെ പേര് രോഹിണി അജയ് ഘോഷ്. ഇതെൻ്റെ മകൻ അമൃത് ഘോഷ്. ഞാൻ 2023 മാർച്ച് 6-ാം തീയതിയാണ് ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ മകന് ഒരു 1 ഇയറോളം ആയിട്ട് അവന് ഒരു അലർജിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒത്തിരി ഹോസ്പിറ്റലുകളിൽ മാറി അവനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. പക്ഷേ അവിടെ ഒന്നും അവൻ്റെ അസുഖം പൂർണ്ണമായിട്ടും മാറിക്കിട്ടിയില്ല. അന്നേരം എന്തെങ്കിലും മരുന്ന് തരും, അത് കഴിക്കും, അത് കുറയും. പിന്നെയും വീണ്ടും വേറെ ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി കാണിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെയായി സ്കൂളുകളിൽ നിന്നെല്ലാം എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് പറയുക, നിങ്ങൾ നന്നായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, ഈ കുഞ്ഞിന് എന്താ എത്ര നാളായി ഇത്. അങ്ങനെ അവൻ്റെ ആ ഒരു വർഷം ഞാൻ ഒത്തിരി വിഷമിച്ച്. എൻ്റെ മോക്കാണെങ്കിൽ 1.5 വയസ്സേ ഉള്ളൂ. അവളെയും കൊണ്ട് എവിടെ ഇങ്ങനെ ഓരോ ഹോസ്പിറ്റലിൽ ഞാൻ ഇതുങ്ങളെയും കൊണ്ട് പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി. അങ്ങനെ ഞാൻ ഉച്ചയ്ക്കിരുന്ന് എനിക്കൊരു മാതാവിൻ്റെ ഒരു രൂപം കിട്ടി. അത് എൻ്റെ വീട്ടിൽ തന്നെ ഉള്ളതായിരുന്നു. ഞാനതെടുത്ത് വെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അമ്മേ എനിക്കറിയത്തില്ല, ഈ കൃപാസനം എവിടെയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് അവിടെ നിന്ന് വരണം. അവിടെ നിന്ന് വരാനായിട്ട് എൻ്റെ കൂടെ വരാനായിട്ട് ആരുമില്ല. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് വൈകിട്ട് ഒരു 6 മണിയായപ്പോൾ എനിക്കൊരു കോള് വരിക. ആ ചേച്ചി കൃപാസനത്തിൽ പോകുന്നതാണ്. ആ ചേച്ചി എന്നോട് പറഞ്ഞു, മോളുടെ ഹസ്ബൻഡ് ഇവിടെ വന്നായിരുന്നു, അപ്പം ഞാൻ അതിനെ കണ്ടിട്ട് വിളിച്ചതാ. മോളെ ഞാൻ കൃപാസനത്തിൽ പോകുന്നതാണ്, മോള് പറ്റുമെങ്കിൽ ഫാമിലിയായിട്ടൊന്ന് കൃപാസനത്തിൽ വാ, നിങ്ങൾ ഒത്തിരി പ്രശ്നങ്ങളിലൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ വീട്ടിൽ തന്നെ ഞങ്ങൾക്ക് ഒത്തിരി വിഷമങ്ങളും പ്രയാസങ്ങളിലും ഒക്കെ ഉള്ള ഒരാളായിരുന്നു. അപ്പോൾ അവരിങ്ങനെ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി കൃപാസനം എവിടെയാണെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് അവിടം വരെ ഒന്ന് വരണം. അവിടം വരെ ഒന്ന് വരാനായിട്ട് ഞാൻ ആരെയെങ്കിലും കിട്ടുമോ എന്നറിയാൻ ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നപ്പോഴാണ് ചേച്ചിയുടെ കോള് വന്നേ. അപ്പോൾ എന്നോട് പറഞ്ഞു, മോളൊന്നും അറിയണ്ട, മോളും അവിടെ പിള്ളേരെയും കൂട്ടി നാളെ എൻ്റെ കൂടെ വരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നാളെ തന്നെ വന്നേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ചേച്ചി എന്നെ ഇവിടെ കൊണ്ടുവന്നു ഉടമ്പടി എടുത്ത്. ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ എനിക്കൊന്നും അറിയത്തില്ല. പക്ഷേ ആ ചേച്ചി എന്നെ എല്ലാം പറഞ്ഞു തന്ന് ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ കുഞ്ഞിന് ആ അസുഖം ഭേദപ്പെട്ടു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു ചപ്പാത്തി പോലും കഴിക്കാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു. അങ്ങനെ അവന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും അവൻ എന്നോട് പറഞ്ഞു, അമ്മ എനിക്കിപ്പം ചൊറിയുന്നില്ല, എൻ്റെ ദേഹമൊന്നും ചൊറിയുന്നില്ല, പൊങ്ങുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവ് അവിടെ ഒരു അത്ഭുതം പ്രവർത്തിച്ചല്ലോ എന്ന്. അപ്പം അവൻ എന്നോട് പറഞ്ഞ്, എൻ്റെ ദേഹം ചുമന്ന് വരുന്നുണ്ട്, പക്ഷേ എനിക്ക് ചൊറിയുന്നില്ല, അവനത് ഫീൽ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ദേഹത്തൊന്ന് ആരെങ്കിലും ഒന്ന് ടച്ച് ചെയ്താൽ കൂടി അതൊരു പാടായിട്ട് വീർത്ത് വരുമായിരുന്നു. അതല്ല അലർജിയുടെ പ്രശ്നമാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പം ചുമന്ന് വരുന്നുണ്ട്, പക്ഷേ അത് ഒന്നും സംഭവിക്കുന്നില്ല, അവന് ചൊറിയുന്നൊന്നുമില്ല. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം അത് അങ്ങനെയില്ല, അവന് പിന്നെ എന്ത് വേണേലും കഴിക്കാം, അങ്ങനെ ഒരു അസുഖമേ അവനില്ല. എന്ന് പറഞ്ഞാൽ 1 മാസം ആകുന്നതിന് മുമ്പ് തന്നെ ആ അസുഖം സുഖപ്പെടുത്തി. അതെൻ്റെ 1ാമത്തെ സാക്ഷ്യമായിരുന്നു. അതൊരു 1.5 വർഷത്തിൽ കൂടുതലായിട്ട് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ മുതൽ കുഞ്ഞിന് ഇങ്ങനെ ഒരു അസുഖമുണ്ട്. എൻ്റെ കുഞ്ഞിന് 1.5 വയസ്സായിരുന്നു അന്ന്. അങ്ങനെ 2ാമത്തെ കുഞ്ഞിന് 1.5 വയസ്സായപ്പോഴും ഇവനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ഒത്തിരി വിഷമിച്ച്. അങ്ങനെ 1ാമത്തെ സാക്ഷ്യം എനിക്കതായിരുന്നു. 2ാമതായിട്ട് ഞാൻ ഒരു മൈക്രോ ഫൈനാൻസിൽ ഞാനും എൻ്റെ നാത്തൂനും എൻ്റെ മോനും അവരുടെ കുഞ്ഞുങ്ങളും എല്ലാവരും ഉണ്ട്. എല്ലാവരുമായിട്ട് ഞങ്ങളൊരു മൈക്രോ ഫൈനാൻസിൻ്റെ ഓഫീസിൽ ചെന്നു. ഞങ്ങൾക്കൊരു ലോൺ അനുവദിച്ചു. ഞാനത് സൈൻ ചെയ്യാനായിട്ട് ചെന്നതാണ്. അവിടെ ചെന്ന സമയത്ത് ഈ കുട്ടികൾ ഓടിപ്പോയ വഴിക്ക് അതിൻ്റെ ആ ഗ്ലാസ് ഡോറ് ഇങ്ങനെ അവർ പിടിച്ച് വലിച്ച് തുറന്നിട്ടിട്ട് പോയി. ആ ഡോറ് ഇച്ചിരി പ്രശ്നത്തിലിരിക്കുമായിരുന്നു, അതിൻ്റെ ഒരു സ്ക്രൂ പോയിരിക്കുമായിരുന്നു. നമുക്കതറിയുന്നില്ല. കുഞ്ഞുങ്ങൾ ഇറങ്ങിപ്പോയി ആ ഗ്ലാസ് 2ആയിട്ട് പൊട്ടി വീഴുക. എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ എൻ്റെ കൂടെ ഉണ്ട്, നാത്തൂൻ്റെ കുട്ടികളുണ്ട്, അവളുണ്ട്. അതിൻ്റെ ഒരു പാളി വന്ന് എൻ്റെ തലയിലടിച്ച്, ആ ഗ്ലാസിൻ്റെ ഒരു പാളി. പക്ഷേ എനിക്കൊന്നും പറ്റിയില്ല. അവരെല്ലാം ഓടി വന്ന് ആ
ആ കോംപ്ലക്സിനകത്തുള്ള എല്ലാവരും ഓടി വന്നിട്ട് എല്ലാവരും എന്നോട് ചോദിക്കുക, നിനക്ക് എന്ത് പറ്റി? അതിൻ്റെ ഒരു പാളി വന്ന് തലയിൽ അടിക്കുന്നത് പോലെ അവർക്ക് ഫീൽ ചെയ്തു. നിനക്ക് എന്ത് പറ്റിയെന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കൊന്നും പറ്റിയില്ല. ആ ഒരു ഗ്ലാസ് എൻ്റെ തലയിൽ വന്ന് അടിച്ചത് ഞാൻ അറിഞ്ഞതേയില്ല. കാരണം ഈ കാശ് രൂപ എൻ്റെ കഴുത്തിലുണ്ട്, അതായിരിക്കും എന്നെ രക്ഷിച്ചത് എന്ന് ഞാൻ വീട്ടിൽ പോയിരുന്ന് പ്രാർത്ഥിച്ച്, ഒത്തിരി നേരം പ്രാർത്ഥിച്ച്. എന്നിട്ട് ഞാൻ എൻ്റെ അമ്മയോട് വിളിച്ച് പറഞ്ഞ്, എൻ്റെ അമ്മയാണെങ്കിൽ കൃപാസനത്തിലെ വലിയ വിശ്വാസിയാണ്. അമ്മ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തതും അമ്മയ്ക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിച്ചതും ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞതും ഉള്ളതാണ്. അപ്പം അമ്മേനോട് പറഞ്ഞു, അമ്മയായിരിക്കും നിന്നെ രക്ഷിച്ചത്. കണ്ടു നിന്ന് എല്ലാവരും പറഞ്ഞത് എൻ്റെ തലയിൽ അത് വന്ന് അടിച്ചു, പക്ഷേ എൻ്റെ തലയിലൊരു പാടുപോലും ഇല്ല. എനിക്കൊന്നും പറ്റിയില്ല, എനിക്കൊന്നും സംഭവിച്ചില്ല. ആ ദിവസങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പ്രാർത്ഥിക്കാൻ നേരം ബൈബിള് വായിക്കും. എനിക്ക് പ്രാർത്ഥന, ഈ പ്രദക്ഷീകരണ പ്രാർത്ഥനയോ അല്ലെ വിശ്വാസ പ്രമാണോ, നന്മ നിറഞ്ഞ മറിയോ, സ്വർഗസ്ന പിതാവേ, അതല്ലാതെ എനിക്കൊരു പ്രാർത്ഥനകളൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഹിന്ദു ആണല്ലോ. ഞാൻ ഹിന്ദു ആയിരുന്നുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയുള്ള വിശ്വാസങ്ങളിലൊന്നും അങ്ങനെ പോയിട്ടില്ലാത്ത ആളാണ്. പിന്നെ ഞാൻ ഈ ബൈബിൾ എടുത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ നേരത്തേന് എനിക്കൊരു വചനം കിട്ടുമായിരുന്നു. ഈ 91-ാമത്തെ സങ്കീർത്തനം എനിക്ക് കിട്ടും. അത് തന്നെ എപ്പോഴും എനിക്ക് കിട്ടുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ എൻ്റെ അമ്മയോട് പറയുമ്പോൾ അമ്മ എന്നോട് പറയും, അത് നമ്മളെ സംരക്ഷിക്കുന്ന ഒരു വചനമാണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 91-ാം സങ്കീർത്തനത്തിൽ 6-7 വചനങ്ങൾ, നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ പേടിക്കണ്ട. നിൻ്റെ വശത്ത് 1000 മരിച്ചു വീണാലും അല്ലെ നിൻ്റെ വലത്ത് വശത്ത് 10,000 വീണാലും നിനക്കൊരു അനർത്ഥവും സംഭവിക്കുകയില്ല. എനിക്ക് ഈ വചനം പോലും അറിയത്തില്ല, പക്ഷേ ഞാൻ എപ്പോഴും എനിക്ക് കിട്ടുന്ന ഒരു വചനമാണത്. ബൈബിൾ വായിക്കാൻ എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ ഒത്തിരി വിഷമം വരുമ്പോഴത്തേന് ഞാൻ ബൈബിൾ വായിക്കും. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചു. പിന്നെ ഒത്തിരി പേര് എന്നോട് കളിയാക്കി ചോദിച്ചു, നീ എന്തിനാ കൃപാസനത്തിൽ പോയേ, നിനക്ക് കൃപാസനത്തിൽ പോയിട്ട് എന്ത് കിട്ടി എന്നൊക്കെ ചോദിച്ചു, കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. പക്ഷെ അവരോടൊക്കെ ഞാൻ പറഞ്ഞത്, ഞാൻ പ്രാർത്ഥിച്ചതെല്ലാം എനിക്ക് കിട്ടി. എൻ്റെ മനസ്സമാധാനം നഷ്ടപ്പെട്ടു, ഒത്തിരി സന്ദർഭങ്ങളുണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അറിയാത്ത വിഷയങ്ങളിൽ പോലും ഞാൻ വിഷമിച്ച അവസരങ്ങളിൽ പോലും എനിക്ക് മാതാവ് തുണയായിട്ടെത്തി. എനിക്കൊരു ഉത്തരവില്ലാത്ത നിന്ന സന്ദർഭങ്ങളിൽ പോലും എനിക്ക് ഒത്തിരി സൊല്യൂഷൻ അവിടുന്ന് കണ്ടെത്തി തന്ന്. അതൊക്കെ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ തന്നെ ചെറിയ പ്രശ്നങ്ങളായിരുന്നു. എൻ്റെ അനിയത്തി എന്നോട് പറഞ്ഞു, ചേച്ചി എനിക്ക് അവൾ കല്യാണം കഴിഞ്ഞിട്ട് 1.5 വർഷമായിട്ടും അവൾക്ക് കുട്ടികളുണ്ടായില്ല. അനിയൻ്റെ വൈഫാണ്. അപ്പോൾ അവളെന്നോട് പറഞ്ഞു, ചേച്ചി പ്രാർത്ഥിക്കണം, എനിക്ക് PCOD ഉള്ളത് കൊണ്ട് ഉടനെ ഒരു റിസൾട്ട് കിട്ടത്തില്ലെന്ന് പറയുന്നു. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, നീ വിഷമിക്കേണ്ട. ഞാൻ ഈ കൃപാസനം പത്രം അവിടെ കൊടുത്തിട്ട് പറഞ്ഞു, മോൻ ഇതൊന്ന് വെച്ച് പ്രാർത്ഥിക്കുക, ഇതൊന്ന് വായിക്കുക, ഇത് മൊത്തം ഒന്ന് വായിച്ചിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട് നീ ഇതുകൊണ്ട് ബെഡിൻ്റെ അടിയിൽ വെക്ക്. അവളത് കൊണ്ട് വെച്ചു. എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്നും അവളെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഡോക്ടർ പറഞ്ഞ PCOD ആയതുകൊണ്ട് ഉടനെ ഒരു റിസൾട്ട് കിട്ടത്തില്ല എന്നാണ്. അവളത് കൊണ്ടുവച്ചതിന് ശേഷം 1 മാസം കഴിഞ്ഞപ്പോൾ അവൾ പ്രഗ്നൻ്റായി. അവൾ എന്നെ വിളിച്ച് പറഞ്ഞു, ചേച്ചി ഞാൻ പ്രഗ്നൻ്റായിരുന്നു. അപ്പോൾ ഒത്തിരി സന്തോഷമായി. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, അവൾക്ക് ഭയങ്കര വിശ്വാസമായി. അവളെന്നോട് പറഞ്ഞു, ചേച്ചി തന്നെ ആ കാശ് രൂപം ഞാൻ എൻ്റെ ദേഹത്ത് ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവളുടെ ഡെലിവറി കഴിഞ്ഞു. അവിടെ കുഞ്ഞിനിന്ന് 8 മാസം കഴിഞ്ഞ്. അവളിപ്പോഴും നല്ലൊരു വിശ്വാസത്തിൽ അവൾ എന്നോട് പറഞ്ഞ്, അവൾ എന്തുണ്ടെങ്കിലും എന്നെ വിളിച്ചിട്ട് പറയും. എൻ്റെ അനിയൻ്റെ വൈഫാണ്, ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വൈഫാണ്. പക്ഷെ ഞങ്ങളൊരു ഹിന്ദു ഫാമിലി ആയതുകൊണ്ട് തന്നെ വീട്ടിനകത്ത് തന്നെ ഒത്തിരി ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ ഈ പ്രവൃത്തി ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ റൂമിൽ മെഴുകുതിരി കത്തിക്കും, പ്രാർത്ഥിക്കും. അതൊന്നും അവർക്കാർക്കും ഇഷ്ടമല്ല. അപ്പം പക്ഷെ ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും, ഞാൻ പള്ളിയിൽ വരികയും ചെയ്യും. അങ്ങനെ എന്നെ സങ്കടപ്പെടുത്തിയിട്ടും ഞാൻ പ്രാർത്ഥന വിട്ടില്ല. അങ്ങനെ ഒരു ദിവസം എൻ്റെ ദേഹത്തൊരു അരിമ്പാറ വന്നിട്ട് അത് വളർന്ന് വലിയ അതായിട്ട് വന്ന്. അപ്പം ഞാൻ ഈ ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും ഒക്കെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിക്കാൻ നേരം എല്ലാം അത് ഉപയോഗിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ ഒത്തിരി വിഷമം ഇങ്ങനെ കൂടുമ്പോഴത്തേനും നമ്മളെന്താ ചെയ്യുന്നത്, നമ്മൾ കൂടുതലിരുന്ന് പ്രാർത്ഥിക്കും. നമുക്ക് വിഷമങ്ങൾ കൂടുമ്പോഴാണല്ലോ നമ്മൾ കൂടുതൽ ദൈവത്തെ വിളിക്കുന്നത്. ഞാനും പ്രാർത്ഥിക്കും, ഞാനതെടുത്ത് കഴിച്ചിട്ട് പ്രാർത്ഥിക്കും. അങ്ങനെ 1 മാസമായപ്പോഴത്തേന് എൻ്റെ ദേഹത്തുണ്ടായിരുന്ന ആര്യമ്പാറ ഒത്തിരി വലുതായി. അപ്പോൾ എനിക്കൊത്തിരി വിഷമം വന്നെങ്കിലും ഞാൻ പക്ഷേ ആരോടും പറഞ്ഞില്ല. ഞാൻ എൻ്റെ അമ്മയോട് പറയും.
എന്തുണ്ടെങ്കിലും ഞാൻ എൻ്റെ അമ്മയോട് പറയും. അപ്പോൾ അമ്മ പറഞ്ഞു, വിഷമിക്കേണ്ട, നീ അത് പ്രാർത്ഥിച്ചാൽ മതി, അത് മാറിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പം ഈ ജപമാല എന്താണെന്ന് എനിക്കറിയത്തില്ല, ജപമാല ചെല്ലാൻ എനിക്കറിയത്തില്ല. ഞാനിരുന്ന് ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിക്കാനിരുന്നപ്പം പറഞ്ഞ്, മാതാവേ, എനിക്കൊരു ജപമാല എനിക്കില്ല, എനിക്കൊരു കൊന്തയില്ല, എനിക്ക് ജപമാല ചെല്ലാൻ, അല്ലെ എങ്ങനെയാ ജപമാല ചെല്ലേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മോൻ എൻ്റെ കയ്യിലൊരു കൊന്ത കൊണ്ട് തന്നു. അതാണ് ഈ കൊന്ത. ഇത് എവിടുന്നാ എനിക്ക് കിട്ടിയത്, അവൻ എവിടുന്നാ ഇത് കിട്ടിയെന്ന് ചോദിച്ചപ്പം ഇത് വഴി കടന്ന് കിട്ടിയതാന്ന് പറഞ്ഞു. അപ്പോൾ അത് അവൻ എൻ്റെ കൊണ്ട് തന്നിട്ട് പറഞ്ഞു, അമ്മയ്ക്ക് വേണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് തന്നേക്ക്, എനിക്കൊരു കൊന്ത വേണം എന്ന് ഞാൻ ആഗ്രഹിച്ചയാ. അവൻ എനിക്ക് അത് തന്ന്. അപ്പം ഞാൻ വിചാരിച്ച് വഴിയിൽ കിടന്നതല്ലേ, ആരെങ്കിലും ഉപേക്ഷിച്ച് പോയതായിരിക്കും, അല്ലെ ആരുടെയെങ്കിലും കയ്യിൽ നിന്നും പോയതായിരിക്കും, അങ്ങനെ ഞാൻ വിശ്വസിച്ച്. പക്ഷേ എന്നോടൊരാൾ പറഞ്ഞു, എൻ്റെ വീട്ടിലുള്ള ഒരാൾ പറഞ്ഞു, വഴിയിൽ കിടന്നായതുകൊണ്ട് ഇത് കഴുകാതെ ഉപയോഗിക്കല്ലെന്ന് പറഞ്ഞു. ഞാൻ കൊണ്ട് കഴുകി കുറേ നേരം വെള്ളത്തിലിട്ടു, എന്നിട്ടൊക്കെയാണ് അത് കയ്യിലെടുത്തത്. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കാൻ നേരം ഇതിനകത്തുനിന്നൊരു ഒരു ഗന്ധം വരും, നന്നായി നല്ലൊരു മണം വരും. അതെവിടുന്നാന്ന് എനിക്കറിയത്തില്ല. അപ്പം എനിക്ക് മനസ്സിലായി, ആ കൊന്ത എനിക്ക് മാതാവ് തന്നതാണ്. ഞാൻ പ്രാർത്ഥിച്ച്, ഞാനൊരു ദിവസം ഒരു 3 ദിവസം അടുപ്പിച്ച് ജപമാല ചൊല്ലി. എന്താ ചെല്ലുന്നേ, അല്ലേ ദൈവമഹാത്മ്യം എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അതിനകത്ത് പറഞ്ഞതുപോലെ ഞാൻ നന്നായി ചൊല്ലി പ്രാർത്ഥിച്ച് എൻ്റെ വിഷമങ്ങൾ പറഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ ശരീരത്തിലുള്ള ആ അരിമ്പാറ അപ്രത്യക്ഷമായി. ഇപ്പം എൻ്റെ ശരീരത്ത് അങ്ങനൊരു പ്രശ്നമില്ല. അതൊരു സാക്ഷ്യമാണ്. അതെൻ്റെ ഇതിനകത്ത് ഞാൻ നിയോഗത്തിൽ വെക്കാത്ത കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ നിയോഗത്തിൽ വെക്കാത്ത ഒത്തിരി കാര്യങ്ങൾ ഇതിൽ നിന്ന് എനിക്ക് സാധ്യമായി. ഒരു അവസരത്തിൽ എൻ്റെ ഹസ്ബൻഡിന് ജോലി നഷ്ടപ്പെട്ട് ജോലിയില്ലാതെ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് 1 രൂപ എൻ്റെ കയ്യിൽ എടുക്കാനില്ല. പക്ഷേ ഞാൻ ഒരു വിസിറ്റ് എടുത്ത് ആൾക്ക് ടിക്കറ്റും എടുത്തു, വിസിറ്റും എടുത്ത് പുള്ളിയെ ജോലിക്ക് വിട്ട് ദുബായ്ക്ക് പുള്ളി കയറിപ്പോയി. വിസിറ്റ് തീരാൻ 1 മാസം ഇല്ല, ഒരു 10-12 ദിവസം ബാക്കി ചെയ്ത് പുള്ളി എന്നോട് ചോദിക്കുക, ഞാൻ തിരിച്ച് നാട്ടിൽ കയറി വരണോ, എനിക്ക് ജോലിയില്ലാതെ നാട്ടിൽ വന്നാൽ എന്താകും അവസ്ഥ? അപ്പം ഞാൻ പറഞ്ഞു, ഒരിക്കലും ഇല്ല, അങ്ങനെ നാട്ടിൽ വരേണ്ടി വരത്തില്ല, അണ്ണൻ വിഷമിക്കേണ്ട, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എൻ്റെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടായിരിക്കാം അവർ 2 ദിവസത്തിനുള്ളിൽ HR നിന്ന് വിളിക്കുക, അവർ വേഗം വരണം, അജയ് ഘോഷ് വേഗം വരണം, അജയ് ഘോഷിൻ്റെ ജോലി റെഡി ആയിട്ടുണ്ട്, ഓഫർ ലെറ്റർ സൈൻ ചെയ്യണമെന്ന്. അതൊക്കെ നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടല്ലേ. അങ്ങനെ ആൾക്ക് നല്ല ജോലി കിട്ടി, ജോലിക്ക് കയറി, നല്ല ജോലിയായിരുന്നു. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പം കാലിനൊരു ഇൻസിഡൻ്റ് ആയിട്ട് പുള്ളി വീണ്ടും തിരിച്ചു വന്ന്. അപ്പം ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നുവെങ്കിലും എനിക്ക് ഒത്തിരി പരീക്ഷണങ്ങൾ വീണ്ടും കിട്ടിക്കൊണ്ടേയിരുന്നു. അപ്പോഴും ഞാൻ ഒത്തിരി വിഷമിച്ച്, വീണ്ടും പരീക്ഷണങ്ങളാണല്ലോ. അങ്ങനെ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ച്. അങ്ങനെ ഒരു ദിവസം വീട്ടിൽ ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്നതിനെ ചൊല്ലി ആരോ എന്തോ പറഞ്ഞപ്പോഴത്തേന് ഞാൻ പറഞ്ഞ്, ഞാനിനി കൃപാസനത്തിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ഹസ്ബൻഡിനെ ജോലിക്ക് വിട്ടതിന് ശേഷമുള്ള സംഭവമാണ്. ഞാൻ ഇനി കൃപാസനത്തിൽ പോകുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ കൃപാസനത്തിൽ പോകുന്നില്ല എന്ന് പറഞ്ഞ ദിവസം എൻ്റെ കയ്യിലിരുന്ന കാശ് രൂപ എനിക്ക് നഷ്ടപ്പെട്ട്. അതെവിടെ പോയെന്ന് എനിക്കറിയത്തില്ല. ഒരു 6 മാസം ആ കാശ് രൂപ എൻ്റെ കൈ കിട്ടിയില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ ഉടമ്പടി കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു, ഉടമ്പടിയിലല്ലായിരുന്നു. പക്ഷെ ഞാൻ മാനസികമായിട്ട് ഒത്തിരി വിഷമിച്ച് ആ അവസ്ഥയിൽ എൻ്റെ കൺട്രോളിൽ നിന്നും പോയി കാര്യങ്ങൾ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡ് ജോലി നഷ്ടപ്പെട്ട് നാട്ടിലെത്തി, ഞാൻ സാമ്പത്തികമായിട്ട് ഒത്തിരി പ്രതിസന്ധിയിലായി. സാമ്പത്തികമായിട്ട് പ്രതിസന്ധി വന്നപ്പോൾ ഞാൻ ഓൺലൈൻ ലോണുകളെടുത്ത് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാവുന്നതിൽ ഒത്തിരി ബാധ്യതകളിലേക്ക് ഞാൻ പോയി. അപ്പോഴും ഞാൻ നന്നായി പ്രാർത്ഥിച്ച്. പക്ഷേ അന്നപ്പോഴെല്ലാം എൻ്റെ ജീവനോ അല്ലെ എൻ്റെ കുഞ്ഞുങ്ങൾക്കോ ആർക്കും ഒരു പ്രശ്നങ്ങളും ഉണ്ടായില്ല. പക്ഷെ സാമ്പത്തികമായിട്ട് ഞാൻ ഒത്തിരി ഞെരുക്കത്തിലായി. അങ്ങനെ ഒരു ദിവസം ഞാനിരുന്ന് പ്രാർത്ഥിച്ച്, കുറേ നാളായിട്ട് കൃപാസനത്തിനെ കുറിച്ചൊരു ചിന്തയേ ഇല്ല. ഞാനിരുന്ന് പ്രാർത്ഥിക്കുക. ഞാൻ പ്രാർത്ഥിച്ചിട്ട് മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പൊറുക്കണം, എനിക്ക് വീണ്ടും കൃപാസനത്തിൽ വരണം, എനിക്ക് പ്രാർത്ഥിക്കണം. അന്ന് എനിക്കൊന്നു ഭ്രാന്ത് പിടിച്ചതുപോലെ ഞാൻ റൂമെല്ലാം അരിച്ച് പെറുക്കുക. ഞാൻ എന്നും നോക്കിക്കൊണ്ടിരുന്ന, ഞാൻ എന്നും തപ്പിക്കൊണ്ടിരുന്ന അലമാരിയിൽ ആ കാശ് രൂപമുണ്ട്. അത്രയും ദിവസം എൻ്റെ കാണാമറിയത്തിരുന്ന ആ കാശ് രൂപം ഞാനത് കണ്ടെടുത്തപ്പം ഞാൻ അറിയാതെ കരഞ്ഞുപോയി.
എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്കിവിടെ വരാൻ പറ്റാത്ത സാഹചര്യമാണ്, വീട്ടിലെ സാഹചര്യം അതായിരുന്നു. അപ്പം ഞാൻ ഉടമ്പടി എടുത്ത് പിന്നെ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഇത്രയും നാൾ ഇതിൽ നിന്ന് വിട്ടു നിന്നതുകൊണ്ട് എന്നെ പരീക്ഷിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു 3 വർഷം മുമ്പ് എൻ്റെ സെക്കൻഡ് ഡെലിവറിക്ക്, 4 വർഷം മുമ്പ് സെക്കൻഡ് ഡെലിവറിക്ക് വേണ്ടി അബുദാബിയിലെ ജോലി കളഞ്ഞിട്ട് ഞാൻ നാട്ടിൽ വന്ന ആളാണ്. ആ നാട്ടിൽ വന്ന സമയം മുതൽ ഞാൻ ഒത്തിരി വിഷമിച്ച്, ഇപ്പം 9-ാം തീയതി ഞാൻ തിരികെ പോവുകയാണ്. ഞാൻ പഠിച്ച ജോലിയൊന്നുമല്ല, എന്നാലും കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ ഒരു ക്ഷീണത്തിലും സാമ്പത്തിക പ്രതിസന്ധിയിലും ആയതുകൊണ്ട് ഞാൻ തിരികെ പോവുകയാണ്. എൻ്റെ മക്കളെ വീട്ടിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ തിരിച്ചു പോവുകയാണ്. അപ്പം ഞാനീ പ്രാർത്ഥിച്ച് ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പ്രാർത്ഥനയാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി. ഇവിടെ വന്നിട്ട് ആരും നിരാശരായി പോകത്തില്ല. പക്ഷേ ഉണ്ടല്ലോ, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും വാക്കുകൾ കേട്ട് നമ്മളുണ്ടല്ലോ തിരിച്ചിങ്ങോട്ട് വരാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി പരീക്ഷണങ്ങൾ നേരിടും. ഞാൻ അങ്ങനെ ഒരു ഘട്ടത്തിലൂടെ വന്നതാ. 3 തവണ സാക്ഷ്യം പറയാൻ ഇവിടെ വന്നിട്ട് ഞാൻ തിരിച്ചു പോയി. പക്ഷേ 3 തവണ സാക്ഷ്യം പറയാൻ ഞാൻ തിരിച്ചു പോയെങ്കിലും ഓരോ തവണ തിരിച്ചു വരുമ്പോഴും എനിക്ക് സാക്ഷ്യങ്ങൾ പറയാനായിട്ട് കൂടിക്കൊണ്ടിരുന്നു. ഈ ലാസ്റ്റായിട്ട് കിട്ടിയതാണ് ഈ കൊന്തയുടെ അനുഭവം. ഈ കൊന്ത ഞാൻ കൈവിടത്തില്ല. ഇപ്പോഴെപ്പോഴും എനിക്കൊരു വിഷമം വരുമ്പോഴത്തേനും ഞാൻ ഈ കൊന്ത കയ്യിലെടുക്കും. എൻ്റെ കൂടെയുള്ളവർ, അല്ലെങ്കിൽ എൻ്റെ ബന്ധത്തിലുള്ളവർ, ഞങ്ങളുടെ നാട്ടുകാർ, അല്ലെ ആരെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, അവരൊക്കെ എന്നോട് ചോദിക്കും, നീ എന്തിനാ ഈ 2 വിശ്വാസത്തിൽ പോകുന്നത്? അതുകൊണ്ടാണ് നിനക്ക് മനസ്സമാധാനം ഇല്ലാത്ത. അപ്പം ഇന്നുണ്ടല്ലോ അവരെന്നോട് പറയുമ്പോൾ ഞാൻ അവരോട് പറയും, ആരാ പറഞ്ഞ എനിക്ക് മനസ്സമാധാനം ഇല്ലയെന്ന്? ഞാൻ പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും വലിയ മനസ്സമാധാനം കിട്ടുന്നത്. അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുള്ളത്. മനസ്സിലായോ? അപ്പം നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് അതിന് റിസൾട്ടുണ്ട്. അതിനെനിക്ക് നല്ല തെളിവാണ്. എൻ്റെ മോൻ്റെ കാര്യത്തിൽ ഞാൻ ഉറക്കമൊളിച്ചിരുന്ന രാത്രികളുണ്ട്. 1 മാസം കൊണ്ട് ആ അസുഖം മാറിക്കെട്ടി. അങ്ങനെ ഞാൻ വിഷമിച്ചിരുന്ന ഒത്തിരി ഘട്ടത്തിൽ എനിക്ക് കിട്ടത്തില്ലെന്ന് പറഞ്ഞ സാമ്പത്തികമായിട്ട് ഒത്തിരി വിഷമിച്ചിരുന്ന സമയങ്ങളിൽ പോലും എനിക്കറിയത്തില്ല, എങ്ങനെയൊക്കെയോ എന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. കൃപാസനം പത്രം ഞാൻ വാങ്ങിച്ച് വിതരണം ചെയ്യും. ഇവിടെ വരുമ്പോൾ 1-2 കെട്ട് കൃപാസനം പത്രം കൊണ്ടുപോയി എല്ലായിടത്തും വിതരണം ചെയ്യും. അതിലൊരു പത്രം മാത്രം ഞാൻ എടുത്തിട്ട് ബാക്കിയെല്ലാം വിതരണം ചെയ്യും. ആ ഒരു പത്രത്തിൽ ഞാൻ എൻ്റെ പ്രശ്നങ്ങളെല്ലാം എഴുതി വെക്കും. അതിനകത്ത് എൻ്റെ വിഷമങ്ങളെല്ലാം ഞാൻ എഴുതി വെക്കും. അത് ഞാൻ സൂക്ഷിച്ചു വെക്കും, ഞാനത് കളയത്തില്ല. പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ, അല്ലാതുള്ള ഹോസ്പിറ്റൽ, അങ്ങനെ ഒത്തിരി ഇടത്ത് പോയി ഫുഡ് കൊടുത്തു. ഉടമ്പടിയിലിരിക്കുന്ന സമയത്ത് കൊണ്ടുപോയി ഫുഡ് കൊടുക്കും. ഒരു ഓർഫണേജിലാണ് ലാസ്റ്റായിട്ട് പോയത്. തിരുവോണ ദിവസം അവിടെ കൊണ്ടുപോയി ഫുഡ് കൊടുത്തു. അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറയാൻ എല്ലാം ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഒന്നും പറ്റിയില്ലെങ്കിൽ കൃപാസനത്തിലെ അക്കൗണ്ടിലേക്ക് തന്നെ ഞാൻ ക്യാഷ് ഇടും. എൻ്റെ കയ്യിലുള്ളതുപോലെ ഞാനിടും. അങ്ങനെ ഒത്തിരി പ്രതിസന്ധികളിലൂടെയാണ് ഞാൻ ഈ കൃപാസനത്തിലേക്ക് വന്നത്. പക്ഷേ എനിക്ക് എൻ്റെ വെച്ച നിയോഗങ്ങളിൽ 1-2 നിയോഗങ്ങളൊക്കെ എനിക്ക് സാധ്യമായി കിട്ടിയിട്ടുള്ളെങ്കിലും ഞാൻ പറയാത്ത ഒത്തിരി കാര്യങ്ങൾ എനിക്ക് അമ്മ ഇവിടുന്ന് നടത്തി തന്നിട്ടുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എൻ്റെ അമ്മയുണ്ട്. എൻ്റെ ഡെലിവറി കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞപ്പം എനിക്ക് കിഡ്നി സ്റ്റോണ് കൂടിയിട്ട് എനിക്ക് ഒട്ടും നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ ഡോക്ടറുടെ അടുക്ക് ചെന്നിട്ട് ഡോക്ടർ എന്നോട് ചോദിച്ചു, എന്ത് പറ്റി, എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞു, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, കാല് കുത്തി നടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എവിടെ വേദന? ഞാൻ പറഞ്ഞു, 2 സൈഡിലും വേദനയുണ്ട്, വയറിൻ്റെ 2 സൈഡിലും വേദനയുണ്ട്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു സ്കാൻ ചെയ്യാം. സ്കാൻ ചെയ്തിട്ട് വന്നപ്പോൾ ഒരു സൈഡിൽ കിഡ്നി സ്റ്റോണും ഒരു സൈഡിൽ അപ്പൻഡീസും, അങ്ങനെ 2 സൈഡിലും പ്രശ്നമായിട്ട്. അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ ഇങ്ങനെ എന്നാ ചെയ്യും? അപ്പോൾ അമ്മ ഉടമ്പടിയിലിരിക്കുക. അമ്മ എനിക്ക് ഉടമ്പടി ഉപ്പ് തന്നോ. ഞാനന്ന് പ്രാർത്ഥിച്ച അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച്. രണ്ടാമത് അവർ എന്നോട് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞ് വരാൻ. ഒരാഴ്ച കഴിഞ്ഞ് വന്നു. പിന്നെയും സ്കാൻ ചെയ്തപ്പോഴത്തേന് അങ്ങനെ ഒരു പ്രശ്നമില്ല എനിക്ക് എന്ന് പറഞ്ഞാൽ അപ്പൻഡീസ് ചൊങ്ങി കിഡ്നി സ്റ്റോണ് മരുന്ന് കഴിച്ച് മാറാവുന്നതേ ഉള്ളൂ. പക്ഷേ ഡോക്ടർ എന്നോട് പറഞ്ഞത് 2ഉം പ്രശ്നമായേക്കുക. ഒന്ന് സർജറി ചെയ്യണം, ഒന്ന് സ്റ്റോൺ ഇച്ചിരി വലുതാണ്, നമ്മൾ ഗുളിക കഴിച്ചാൽ പറ്റൂല, അങ്ങനെ വരെ പറഞ്ഞതാണ്. പക്ഷേ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം അത് 2ഉം എനിക്ക് സൗഖ്യപ്പെട്ട്. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ.
പിന്നെ വേറെ അങ്ങനെ ഇപ്പോഴും ഞാൻ വിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് പോവുക. ഇങ്ങനെ ഇതിലേക്ക് വന്നതിന് ശേഷം എനിക്ക് ഒത്തിരി മാറ്റങ്ങളുണ്ടായി. ഇന്ന് ഫോൺ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൃപാസനത്തിലെ ധ്യാനവും സാക്ഷ്യങ്ങളും അല്ലാതെ മറ്റൊന്നും ഞാൻ നോക്കാറില്ല. കാരണം എനിക്കതിനൊന്നും തോന്നാറില്ല. അത്രമാത്രം ആത്മീയതയിലേക്കും ദൈവചിന്തയിലേക്കും വളരാൻ എനിക്ക് സാധിച്ചു. മാതാവിനും തിരുകുമാരനും 1000 നന്ദി.